ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പെൻഡലും ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്തിട്ട് അതിൽ നിന്നും ആവൃത്തിയും പീരീഡും തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതായത് പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു പാർട്ട് നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ശബ്ദവുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ പലതരത്തിലുള്ള ട്യൂണിംഗ് ഫോർക്കുകളുണ്ട്. അവയിൽ കൊടുത്തിട്ടുള്ള അതിൻ്റെ ആവൃത്തി കണ്ടെത്തിയിട്ട് നിങ്ങളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് സഹിതം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് 256 ഹെർട്സ്. ഇനി ഞാൻ കുറച്ച് ട്യൂണിംഗ് ഫോർക്കിൻ്റെ പിക്ചറുകൾ തരാം. അപ്പോൾ അതിൽ അതിൻ്റെ ആവൃത്തി എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ആവൃത്തി ഇവിടേക്ക് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഓരോ ട്യൂണിംഗ് ഫോർക്കും പരിശോധിച്ചാൽ അറിയാം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആവൃത്തികൾ എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തുടങ്ങാം. 288. അപ്പോൾ അതിൻ്റെ യൂണിറ്റും കൂടി രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഇനി അടുത്തത് 256 ഓൾറെഡി ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്തിയിട്ട് അടുത്തത് 320 ഹെഡ്സ്, 341 ഹെഡ്സ്, 384 ഹെഡ്സ്, 426, അതേപോലെ തന്നെ 480, 512. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തലും അതിൻ്റെ കമ്പനങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന്. അപ്പോൾ ഓരോ ട്യൂണിംഗ് ഫോർക്കിലും എഴുതിയിരിക്കുന്ന ആവൃത്തികളുടെ എണ്ണം നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു നിർത്തി അല്ലേ. ആ ആവൃത്തിയും അതേപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ അവയുടെ കമ്പനങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നത് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ആവൃത്തിക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് കമ്പനം ചെയ്യുന്നത്. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ രീതിയിൽ ഉത്തേജിപ്പിച്ച് ശബ്ദം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള ട്യൂണിംഗ് ഫോർക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആവൃത്തി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ട്യൂണിംഗ് ഫോർക്കും അതിൻ്റെ ആവൃത്തിക്ക് അനുസരിച്ചിട്ടാണ് കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓരോ ട്യൂണിംഗ് ഫോർക്കും പല പല ആവൃത്തിക്ക് അനുസരിച്ചിട്ടാണ് കമ്പനം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് വായിക്കാം. ഇവിടെ അനുഭവപ്പെട്ട ശബ്ദ വ്യത്യാസത്തിനു കാരണം ആവൃത്തിയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ആവൃത്തിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ശബ്ദ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനിയുള്ള നമുക്ക് അടുത്തത് നോക്കാം. ഓരോ ട്യൂണിംഗ് ഫോർക്കും സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ 256 ഹെർട്സ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി 256 ആണല്ലോ. അപ്പോൾ അത് കമ്പനം ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ 256 തവണയായിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിലുള്ള കമ്പനങ്ങളുടെ എണ്ണമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ 256 അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആവൃത്തിയെങ്കിൽ അത് കമ്പനം ചെയ്യുന്നത് 256 തവണയായിരിക്കും ഒരു സെക്കൻഡിൽ. ഇനി നേരെ മറിച്ച് 512 ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 512 തവണ അത് കമ്പനം ചെയ്യും. അതാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആവൃത്തി നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ നമ്മൾ കമ്പനം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു വസ്തു കമ്പനം ചെയ്യുന്നത് അതിൻ്റെ സ്വന്തം ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഒരു 256 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഉത്തേജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കമ്പനം ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനം ചെയ്യുന്നത് ആ 256 ഹെർട്സ് ആവൃത്തി തന്നെയായിരിക്കും. അല്ലാണ്ട് അതിന് കൂടുതലോ അതിൽ കുറവോ ആവൃത്തിയിലായിരിക്കില്ല അത് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വസ്തു കമ്പനം ചെയ്യുന്നത് അതിൻ്റെ സ്വന്തം ആവൃത്തിയിലായിരിക്കും എന്നാണ് പറയുന്നത്. അതിനാണ് പറയുന്നത് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം തുടങ്ങിയവ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് നീളം, വലിപ്പം, ഇലാസ്തികത, അതുപോലെ തന്നെ പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ആവൃത്തിക്ക് മാറ്റമുണ്ടാവും. ഈ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതൊന്ന് അടിവരായിട്ട് വെച്ച് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എല്ലാ വസ്തുക്കളും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കും കമ്പനം ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു വസ്തു കമ്പനം ചെയ്യുന്നത് അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിലാണെന്ന്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താ, എല്ലാ വസ്തുവും അതിൻ്റെ സ്വാഭാവിക ആവൃത്തി തന്നെ ആയിരിക്കുമോ കമ്പനം ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അടുത്തത് നോക്കാനുള്ളത് പ്രണോദിത കമ്പനവും അനുനാദവും. ഇവിടെ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മിക്സി മേശപ്പുറത്ത് വെച്ചിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ മിക്സി വർക്ക് ചെയ്യുമ്പോൾ മേശയും കമ്പനം ചെയ്യാൻ തുടങ്ങും അല്ലേ.
മിക്സിയും കമ്പനവും ചെയ്യും, മേശയും കമ്പനം ചെയ്യും. അതുപോലെ തന്നെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ തണ്ട് മേശമേൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ശബ്ദം ഉയരത്തിൽ കേൾക്കാൻ വേണ്ടി സാധിക്കും. അതായത് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന കമ്പനം ചെയ്യുന്ന ശബ്ദത്തോടൊപ്പം തന്നെ മേശയും കമ്പനം ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് കാരണം ഈ സന്ദർഭത്തിൽ ട്യൂണിംഗ് ഫോർക്കിനൊപ്പം മേശയും കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് ശബ്ദം ഉച്ചത്തിലായത് എന്ന്. ട്യൂണിംഗ് ഫോർക്ക് മാത്രമാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ വളരെ ചെറിയൊരു ശബ്ദമായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ തണ്ട് മേശമേൽ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിലോ മേശയും കമ്പനം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ശബ്ദം നമുക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, ട്യൂണിംഗ് ഫോർക്ക് ആദ്യമേ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് മേശമേൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മേശയും കമ്പനം ചെയ്യാൻ തുടങ്ങി അല്ലേ. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രണോദിത കമ്പനം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു വസ്തു കമ്പനം ചെയ്യുന്ന ഒരു വസ്തു ആ വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തുവും കൂടി കമ്പനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനത്തെ പറയുന്നതാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. ഇപ്പോൾ തുണി ഒരു കയറിൽ ഉണക്കാനൊക്കെ ഇട്ടുണ്ടാവും അല്ലേ, തുണി ഉണക്കാനിടണ്ട, അല്ലെങ്കിൽ തുണിയൊക്കെ ഒരു കയറിൽ ഉണക്കാനിടാന്നുണ്ടെങ്കിൽ ആ കയറുമ്പോൾ പിടിച്ച് തട്ടാണെന്നുണ്ടെങ്കിൽ അത് ആ കയറിനൊപ്പം തന്നെ തുണിയും കിടന്ന് കമ്പനം ചെയ്യാൻ തുടങ്ങും. അത് പ്രണോദിത കമ്പനത്തിൻ്റെ ഉദാഹരണമാണ് കേട്ടോ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, 15A എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രത്തിലെ ഒരു മരക്കഷ്ണത്തുമേൽ പല വലിപ്പത്തിലുള്ള ഹാക്സോ ബ്ലേഡുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് തന്നിട്ടുള്ളത്. 17 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡുകളും അതേപോലെ തന്നെ 13 സെൻറ്റിമീറ്റർ നീളമുള്ള 3 ഹാക്സോ ബ്ലേഡുകളും ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്ന ഹാക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി ഉത്തേജിപ്പിക്കുക എന്ന് നിരീക്ഷിക്കുന്നു. ബ്രാക്കറ്റ് തന്നിട്ടുള്ളത് എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നു, എ മാത്രം കമ്പനം ചെയ്യുന്നു. ഇവിടെ എ എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡാണ് നമ്മൾ കമ്പനം ചെയ്യിപ്പിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നത്. ആ സമയത്ത് ആ മരപ്പലകയിലുള്ള എല്ലാ ഹാക്സോ ബ്ലേഡുകളും കമ്പനം ചെയ്യാൻ തുടങ്ങും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലാണോ കമ്പനം ചെയ്യുന്നത്? അല്ലല്ലോ, എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലായിരിക്കില്ല കമ്പനം ചെയ്യുന്നത്, എല്ലാം വ്യത്യസ്ത ആയതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തവ ഏതെല്ലാമാണ്? അതായത് എ എന്ന് പറയുന്ന ആക്സോ ബ്ലേഡിനെ ഉത്തേജിപ്പിച്ച സമയത്ത് ഏതൊക്കെയാണ് ഒരേ ആയതിയിൽ കമ്പനം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയുടെ ഹൈറ്റിനനുസരിച്ച് വരുന്നത് ഏതൊക്കെയാ? സിയും ഇ ആണ് അല്ലേ. അപ്പോൾ എയുടെ ആയതിയിൽ കമ്പനം ചെയ്യുന്നത് സിയും ഇയും ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. എയുടെ സെയിം ഹൈറ്റ് തന്നെയാണ് സിക്കും ഇക്കും, അതുകൊണ്ട് തന്നെ എ ഉത്തേജിപ്പിക്കുമ്പോൾ സിയും ഇ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ബ്ലേഡുകളുടെയും കമ്പനം നിർത്തിയ ശേഷം ബിയെ കമ്പനം ചെയ്യിപ്പിച്ച് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഏതാ? ബി എന്ന് പറയുന്ന ആക്സോ ബ്ലേഡിനെ ഉത്തേജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് കമ്പനം ചെയ്യുമ്പോൾ ഏതൊക്കെ ബ്ലേഡുകളായിരിക്കും കൂടുതൽ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്? ഡിയും എഫും ആയിരിക്കും ഒരേ ആയതിയിൽ, അതായത് കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്. അതായത് ബിയുടെ സെയിം ഹൈറ്റ് തന്നെയാണ് ഡിക്കും എഫിനും വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഡി കമ്പനം ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടിയ ആയതിയിൽ ഡിയും എഫും കമ്പനം ചെയ്യുന്നു. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 17 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഹൈറ്റിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരേപോലെയുള്ള ഹാക്സോ ബ്ലേഡുകളുടെ ആയതിയും ആവൃത്തിയും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് അടക്കാം. എ എന്ന ഹാക്സോ ബ്ലേഡിനെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ സി, ഇ എന്നീ ബ്ലേഡുകൾ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? സി, ഇ എന്നിവയുടെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായതുകൊണ്ടാണ് അവ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്ത്. അപ്പോൾ എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാണ് സിയുടെയും ഇയുടെയും സ്വാഭാവിക ആവൃത്തി. അതുകൊണ്ട് തന്നെ എ കമ്പനം ചെയ്തപ്പോൾ സിയും ഇയും കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണ ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അനുനാദം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അനുനാദം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു വേറൊരു വസ്തുവിനെ കൂടി ചലിപ്പിക്കുമ്പോഴാണ് അതിനെ പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയേണ്ടത് അനുനാദം എന്താണെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ നമുക്ക് നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് ട്യൂണിംഗ് ഫോർക്കിനെ ഉത്തേജിപ്പിച്ചിട്ട് ആ ട്യൂണിംഗ് ഫോർക്ക് മേശമേൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മേശ നല്ല ഉച്ചത്തിൽ കമ്പനം ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തിയും മേശയുടെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. അതായത് മേശയാണ് അനുനാദത്തിന് വിധേയമാകുന്നത് അല്ലേ, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ. അപ്പോൾ മേശ നല്ല ആയതിയിൽ കമ്പനം ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് അനുനാദം എന്ന് പറയുന്നത്.
അനുനാദവും പ്രണോദിത കമ്പനവും കുട്ടികൾക്ക് മാറിപ്പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. പ്രണോദിത കമ്പനം എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു മറ്റൊരു വസ്തുവിനെ ചലിപ്പിക്കുമ്പോഴാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. ഇനി ഇവയുടെ സ്വാഭാവിക ആവൃത്തികൾ തുല്യമാകുമ്പോഴാണ് ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവാണോ അനുനാദത്തിന് വിധേയമാകുന്നത് അത് കൂടുതൽ ആയതിയിൽ കമ്പനം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോക്കാം. ഇവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതായത് ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള ഒരു പൈപ്പ് പൂർണ്ണമായും ജലത്തിൽ താഴ്ത്തി വെച്ചതിന് ശേഷം 512 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് പിടിക്കുക. അപ്പോൾ ആ പൈപ്പിൽ നിന്നും ശബ്ദം കേൾക്കാൻ സാധിക്കും. അതിനുശേഷം പൈപ്പിൻ്റെ ആ ഒരു ഉയരം ക്രമമായിട്ട് ഉയർത്തിയതിന് ശേഷം ഈ പറയുന്ന പ്രവർത്തനം ആവർത്തിക്കുക. ആവർത്തിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഹൈറ്റിലെത്തുമ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ വേണ്ടി സാധിക്കും. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം എഴുതാം. വായുരൂപത്തിൻ്റെ സ്വാഭാവിക ആവൃത്തിയും ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായി വരുമ്പോൾ വായുരൂപം പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്നു. അതായത് വായുരൂപവും ട്യൂണിംഗ് ഫോർക്കും അനുനാദത്തിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതപ്പോൾ വായുരൂപം കൂടുതൽ ആയതിയിൽ കമ്പനം ചെയ്യുന്നു. ഇവിടെ ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കാണ് ആ പൈപ്പിൻ്റെ ഉള്ളിലുള്ള വായുവിനെ കമ്പനം ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് വായുരൂപം ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വായുരൂപമാണ് ഇവിടെ അനുനാദത്തിലായിട്ട് വരുന്നത് അല്ലേ? അനുനാദത്തിന് വിധേയമാകുന്നത് വായുരൂപമാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ കാരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ വായുരൂപം എന്ന് ഉദ്ദേശിക്കുന്നത് പൈപ്പിൻ്റെ ഉള്ളിലുള്ള വായു, അതിനാണ് വായുരൂപം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. MRI സ്കാനിങ്ങിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയോ ട്യൂണിങ്ങിന്, അതുപോലെ ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലും. കൂടാതെ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് ശ്രവിച്ചു നോക്കൂ. ഹൃദയമിടിപ്പിൻ്റെ വളരെ നേർത്ത ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്നില്ലേ? ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ ശബ്ദത്തിൻ്റെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മെഗാഫോൺ, ഹോൺ, സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്സ്, നാഗസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിലും പ്രണോദിത കമ്പനവും അതുപോലെ തന്നെ അനുനാദവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ സിറ്റുവേഷൻസൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ. എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി 1 ഹെർട്സ് ആണ്. അതിൻ്റെ പീരീഡ് എത്രയാണ്? ഇവിടെ ആവൃത്തി F വന്നിരിക്കുന്നത് 1 ഹെർട്സ് ആണ്. പീരീഡ് T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പീരീഡ് T കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/F. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ Fൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. 1/1 = 1 സെക്കൻഡ് ആണ് നമുക്കിവിടെ കിട്ടുന്ന പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിമ്പിൾ പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്ര? ഇവിടെ നമുക്ക് ആവൃത്തി കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പീരീഡ് T തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പീരീഡ് T തന്നിട്ടുണ്ട് 0.5 സെക്കൻഡ്. ആവൃത്തി F ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആവൃത്തി F കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ 1/T ആണ്. ഇവിടെ നമുക്ക് T തന്നിട്ടുള്ളത് 0.5 ആണ് അല്ലേ? അപ്പോൾ 1/0.5. അതായത് ഛേദത്തിൽ ഒരു സ്ഥാനം നീക്കിയിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അംശത്തിനെയും ഛേദത്തിനെയും 10 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ മുകളിൽ അതായത് അംശത്തിൽ 10 വരും, ഛേദത്തിൽ 5 വരും. 10/5 എന്ന് പറഞ്ഞപ്പോൾ എത്രയായിരിക്കും ആൻസർ? 2 ഹെർട്സ് ആയിരിക്കും ഇവിടെ ആവൃത്തി വരുന്നത്. ഇതുപോലെയൊക്കെ മാത്സ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ ചെയ്തു തരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിൻ്റെ തണ്ട് മേശമേൽ അമർത്തി വയ്ക്കുന്നു. ഈ അവസരത്തിൽ മേശ കമ്പനം ചെയ്യുമോ? ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? എന്തായാലും മേശ കമ്പനം ചെയ്യും അല്ലേ? ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? പ്രണോദിത കമ്പനം. 256 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വായുവും ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ കർണപുടവും ഒരു സെക്കൻഡിൽ 256 തവണ കമ്പനം ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കമ്പനം ചെയ്യുന്നത്? ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നുണ്ട്, അതിന് ചുറ്റുമുള്ള വായു കമ്പനം ചെയ്യുന്നുണ്ട്, ആ ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ കർണപുടവും കമ്പനം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വായു എങ്ങനെയാണ് കമ്പനം ചെയ്യുന്നതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുവരെയുള്ള ഭാഗത്തിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നോട്ടുകളൊക്കെ തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.